ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നമുക്ക് നോക്കാം. എന്താണ് എന്നിട്ട് നിങ്ങളുടെ എനർജി? നൈറ്റ് ഓഫ് വാൻസ് ആണ്. നോക്കട്ടെ. ഇത് മജീഷ്യൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റിവേഴ്സ് സൈഡാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, the emperor, 10 of swords, page of wands, 7 of swords, Ten of pentacles, king of cups, 7 of cups, ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. അപ്പം അത് മതി. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും ഡെത്തും ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് കിട്ടിയ കാർഡ് വീൽ ഓഫ് ഫോർച്യൂണാണ്. സോറി, ഡെത്ത് കാർഡാണ് ലാസ്റ്റ് കിട്ടിയത്. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് നമുക്ക് ഒരു ബോട്ടം കിട്ടിയിട്ടുള്ളത്. പൊതുവേ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ് ഇന്നേ ദിവസം. നിങ്ങൾക്ക് ശരിക്കും തീരുമാനം, റൈറ്റ് ചോയ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുറേയധികം ചോയ്സസ് ഉണ്ട്. ചില ആൾക്കാർക്കൊരു ഡിപ്രഷൻ പോലെ ഉണ്ട്. എന്താണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം ഇതിൽ നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പോകേണ്ട ആ ഒരു റൈറ്റ് പാത്തിലല്ല നിങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ തീരുമാനമല്ല എടുക്കേണ്ടത്, ഞാൻ ഈ വഴിയിലൂടെ അല്ല പോകേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് തോന്നുന്നുമുണ്ട്. ഇത് അപ്പോൾ കൺഫ്യൂഷനാണ്. ഇതിങ്ങനെയാണോ പോകേണ്ടത്? എന്തോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല, കുറച്ച് ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട്. നിങ്ങൾ ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് സക്സസ് കിട്ടൂലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഒന്നുകിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ പോകേണ്ടാത്ത ഒരു വഴിയിലൂടെ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. ആലോചിക്കുക നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം മജീഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ മജീഷ്യൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്, ഒരു റിവേഴ്സ് പോലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പൈസയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലുണ്ട്, വിവേകമുണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ള ആ ഒരു കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ണം ഒന്നുകിൽ ഒരു മെൻ്റൽ ട്രാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കലി നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷനും വിഷമവും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ നേരെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഇതുള്ളൂ. പക്ഷേ അങ്ങനെ ആലോചിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ നിങ്ങൾക്ക് പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇത് ശരി ഒരു ദിവസവും തരുന്ന ഒരു ഡെയിലി ഗൈഡൻസ് ആണ്. അപ്പം ഇന്നത്തെ ഒരു എനർജി ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ ഇന്നലെയും ഒക്കെ മാത്രമുള്ള ഒരു 2-3 ദിവസത്തെ എനർജി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ലോങ്
ആയിട്ടുള്ളൊരു ഇപ്പോൾ ഒരു നാളത്തേക്കോ ഒരു 1 മന്തിലേക്കോ ഉള്ള ഒരു എനർജി അല്ല ഇത്. ഒരു ദിവസത്തേക്കുള്ള എനർജി എന്ന് മാത്രമേ നിങ്ങളിത് കൂട്ടാവൂ. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നാളെ ഇതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് നിങ്ങളിങ്ങനെ ആ ആയുധം എങ്ങനെ പ്രയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും ഒരു ടെൻഷനും ഉണ്ട്. എങ്ങനെയാണ് ഇതിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണെന്ന് നിങ്ങൾക്കുള്ളതെന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണേന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എന്ത് കാര്യമാണ് എന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പല സമയങ്ങളിൽ നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇത് കൂടെയുള്ളവരെ വേദനിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ആരിൽ നിന്നോ എന്തോ കിട്ടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം മറ്റൊരാൾ പിടിച്ചു കൊണ്ട് പോകുന്ന ഒരു എനർജിയാണ്. നിർബന്ധപൂർവ്വം നിങ്ങളിൽ നിന്നിങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അതൊന്നും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ ഒരു പ്രണയമാകാം. അത് നിങ്ങളിൽ നിന്ന് മറ്റാരും ഇങ്ങനെ തട്ടിപ്പറിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ പക്ഷെ നേരെ ഒന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആക്ഷൻ എടുത്താൽ അത് നിങ്ങളിലേക്ക് ഇനി വരും. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് പറയുന്നത്. ഇവിടെ എല്ലാ ആയുധങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾക്കത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഇത് ചില ആൾക്കാർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ജോലിയായിരിക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം മറ്റാരോ ഇങ്ങനെ നിർബന്ധപൂർവം പിടിച്ചെടുക്കുന്നു എന്നാണ് കാണുന്നത്. അവർക്കൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം, നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തരാതെ മറ്റൊരാൾ എടുക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം കാണുന്നത്. പിന്നെ എംബറാണ്. ഇതിൽ പല ആൾക്കാർക്കും ജോലി സംബന്ധമായൊരു കാര്യമാണ് കേട്ടോ. അവരുടെ ജോലിയാണ്. അപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാനം കിട്ടാതാകുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തായിരുന്നോ ആ ഒരു കാര്യം മറ്റ് ആൾക്കാർ അത് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലൊരു വടംവലി നടക്കുന്നു എന്നുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. നിങ്ങൾ അതിൽ നിസ്സഹായരാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ഇതിൽ ശരിക്കും ഒരു മാനസികമായി തകർന്നു പോയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതിൽ വീണ്ടും അവരോട് മത്സരിക്കാൻ പോയാൽ ഞാൻ തോറ്റുപോകും എന്നുള്ളൊരു ഭീതിയുണ്ട്. പിന്നെ അവർ കൊണ്ടുപോക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് സോഡ്സ് റിവേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ആൾറെഡി നിങ്ങൾ ഇപ്പം എത്ര നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇനി ആര് തന്നെ മത്സരിച്ചാലും, ആര് ദ്രോഹിക്കാൻ പോയാലും, ആര് ചതിച്ചാലും നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ കൊണ്ടുപോകണമെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് വേണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇതിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകൂല എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ വിട്ടുകളയുക. ഫ്യൂച്ചറിൽ ഇത് നിങ്ങളിലേക്ക് തന്നെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വിശ്വസിക്കുക. ഇപ്പോഴത്തെ കൺഫ്യൂഷനൊക്കെ കളയുക എന്നാണ് ഡിവൈൻ എന്ന് നിങ്ങളോട് പറയുന്നത്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു തന്ത്രം മെനയുന്നു എന്നാണ് കാണുന്നത്. ഇത് അങ്ങനെ അല്ലെങ്കിൽ തന്ത്രം മെനയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ചില
സാഹചര്യങ്ങളിൽ നമ്മൾ തന്ത്രപൂർവ്വം നിൽക്കണം എന്നാണ്. നമ്മളെല്ലാ ചിലപ്പോൾ എല്ലാവരോടും തുറന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. ഇതിലും അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളുടെ പ്ലാനിങ് മുഴുവൻ മറ്റുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും മറ്റുള്ളവർക്ക് അറിയാം. അങ്ങനെ അറിയിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ എന്താണ് നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് അവരൊരിക്കലും പറയരുത്, മറ്റുള്ളൊരാൾ മനസ്സിലാക്കരുത്. അങ്ങനത്തെ ഒരു തന്ത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ആരെയും ചീറ്റ് ചെയ്യോ പറ്റിക്കോ ദ്രോഹിക്കോ ഒന്നും ചെയ്യണ്ട. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു ബൗണ്ടറി വേണം. നമ്മൾ മറ്റൊരാളിൻ്റെ ആ ഒരു ഹെൽത്തി ബൗണ്ടറിക്കകത്ത് പോവുകയും ചെയ്യരുത്, നമ്മൾ ആ ഒരു ബൗണ്ടറിക്കകത്ത് വേറൊരാളിനെ കയറ്റുകയും ചെയ്യരുത്. കൂടുതലായിട്ടും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത് നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്ന് ഒരാളും മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ അവരത് പ്രിപ്പയർഡ് ആയിരിക്കും. ഇതായിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ തന്ത്രപൂർവ്വം നിൽക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു കാര്യം എടുക്കാൻ. പിന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ ചിന്തിക്കുന്നതാണ്, നിങ്ങളെ ആരോ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ടുണ്ട്, എനിക്കിതൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാവിയുണ്ട് ഇതിനകത്ത്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 ഓഫ് സോഴ്സ് അതാണ് പറയുന്നത്. ഇത് 7 ഓഫ് സോഴ്സ്, സോറി, ഈ 7 ഓഫ് സോഴ്സ് ഈ കുറേ സോഡ്സ് ഒരു ചങ്ങലയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആ ചങ്ങലയ്ക്ക് പുറത്താണ് നിങ്ങളുള്ളത്. ഈ ഒരു തുറുങ്കിന് പുറത്താണ് നിങ്ങളുള്ളത്. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അത് റിവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു വാതിൽ നോക്കി നിൽക്കുന്നുണ്ട്, ആ ഒരു വാതിൽ തുറക്കുമോ, നിങ്ങൾക്ക് കാശ് കിട്ടും. അപ്പോൾ കുറേയധികം പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വളരെ വിഷമിച്ച് ആ ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്നിട്ട് ഒരു ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. ഇന്ന് നടക്കുമോ, ഇന്ന് പറ്റൂലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകരുത്, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാതിൽ തുറക്കും, നിങ്ങളതിൽ വിഷമിക്കേണ്ട. കാരണം ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാത്തിരിപ്പ്, ഈ പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട, വറീഡ് ആകണ്ട. നിങ്ങൾക്ക് ഈ വാതിൽ തുറക്കും. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം ഡെത്ത് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തോ നിങ്ങൾക്ക് വളരെ വലിയ ഒരു ദുർഘടം പിടിച്ച ഒരു കാര്യം ഇതിൽ എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു പുനർജന്മം കൂടിയാണ്. നിങ്ങളുടെ ഒരു പുനർജന്മം വരുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കുറേയധികം കാര്യങ്ങൾ ചില ആൾക്കാർക്ക് എൻഡായി ഒരു പുതിയ ഒരു റീബർത്ത് ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ടെൻസ്ഡ് ആകരുത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, നിങ്ങൾക്ക് കാലം അനുകൂലമായി വരുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ഒരു ഓറക്കിൾ മെസ്സേജ് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഹൃദയത്തെ ഒരുപാട് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പാഷനുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അതൊന്ന് കൂളാക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഈ ഹാർട്ട് ചക്ര ഇങ്ങനെ തീയത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു വിഷമത്തിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും അത് ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നിങ്ങളുടെ പാഷൻ നിങ്ങൾ പുറത്തെടുക്കുക. അത് നിങ്ങൾ നടക്കും എന്നാണ്. നിങ്ങളതിൽ വിഷമിക്കേണ്ട, ഡൗട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. അത് നടക്കും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പാഷൻ, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇൻഡ്യൂഷനാണ്. പലർക്കും ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. അവർക്കറിയാം എന്താണ് വേണ്ടതെന്ന്, എന്താണ് ഫ്യൂച്ചറിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ അത് അറിഞ്ഞിട്ട് നിങ്ങൾക്കത് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് എന്നുള്ളൊരു
ചിന്തയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ സ്പിരിച്വലി എത്ര കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ആ കഴിവുകളൊന്നും പ്രസൻറ്റിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്തവണ്ണം നിങ്ങൾ ആയുധങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം, മജീഷ്യൻ്റെ കയ്യിൽ പെൻഡക്കിൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, വാൺസ് ഉണ്ട്, സോഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് എന്ത് തന്നെ ആയാലും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഈ സോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക, അതുപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ അത് ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്താൽ മതിയല്ലോ, ഞാൻ എന്തിനാണ് ഇത്രയും ടെൻസ്ഡ് ആകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഇൻഡ്യൂഷനെ അവഗണിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം. ഇമോഷണൽ വിഡ്രാവൽ. ചില ആൾക്കാർക്ക് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് വളരെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ആണ് നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാർഡ് നോക്കാം. എന്താണ്? ഹോപ്പാണ്, സൺ കാർഡാണ്. നിങ്ങൾ വിഷമിക്കുക വേണ്ട എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രകാശം വരുന്നുണ്ട്, പ്രകാശം വരുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നും കുറേയധികം ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, കുറേയധികം ആൾക്കാർക്ക് പ്രതീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി.